Hello guys, welcome back to another video. My name is Sharath. You guys watching Two Indians. So നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ഗെയിമിംഗ് ഹെഡ്സെറ്റിൻ്റെ റിവ്യൂ ആണ്. ഗെയിമിങ്ങിന് മാത്രമല്ല ഫിലിം കാണാനും അതുപോലെ തന്നെ പാട്ട് കേൾക്കാനും ഒക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഹെഡ്സെറ്റിൻ്റെ റിവ്യൂ ആണ് നമ്മളിന്ന് ചെയ്യുന്നത്. അത് 2000 റുപ്പീക്ക് താഴെയാണ് ഇതിൻ്റെ പ്രൈസ്. സോ ഞാൻ അധികം പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല, നമുക്ക് വീട്ടിലേക്ക് പോകാം. അപ്പോൾ കോസ്മിക് ബൈറ്റ് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ഗെയിമിംഗ് ഹെഡ്സെറ്റാണ് ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. സോ ഇതാണ് അതിൻ്റെ പാക്കേജ്. ഇതിൽ ഫുൾ ഡീറ്റെയിൽസ് ഉണ്ട്. അതിൻ്റെ കമ്പനിയുടെ കോസ്മിക് ബൈറ്റ്, അതിൻ്റെ ഇത് ഏതൊക്കെ ഇതിൽ യൂസ് ചെയ്യാമെന്ന്, പി സിയിൽ, ലാപ്ടോപ്പ്, PS4, എക്സ്ബോക്സ് ഉണ്ട്. അപ്പോൾ PS4 ഒക്കെ എന്ന് വെച്ചാൽ ഹൈ ക്വാളിറ്റി ഗെയിമിംഗ് വെർഷന് വേണ്ടി യൂസ് ചെയ്യുന്ന സംഭവങ്ങളാണ്. അപ്പോൾ അതിലൊക്കെ ഇത് നല്ലൊരു രീതിയിൽ തന്നെ യൂസ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ ബാക്കി ഫീച്ചേഴ്സ് ഒക്കെ ഇതിൻ്റെ ബാക്കിലുണ്ട്. മീൻസ് ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ, ഡ്രൈവർ ഡയമീറ്റർ, ഇംപെഡൻസ്, സെൻസിറ്റിവിറ്റി, ഫ്രീക്വൻസി എന്ന് വെച്ചാൽ സൗണ്ട് ഫ്രീക്വൻസി, മൈക്രോഫോൺ സെൻസിറ്റിവിറ്റി, അതിൻ്റെ കേബിളിൻ്റെ ലെന്ത്. സോ ഇതിൻ്റെ ഒരു സ്പെസിഫിക്കേഷൻ എല്ലാം ഫുള്ളി അവരിത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ജസ്റ്റ് കട്ട് ചെയ്ത് ഫോട്ടോസും, പല ആംഗിളിലുള്ള ഫോട്ടോസ്, അതിൻ്റെ മൈക്ക് വീല് എല്ലാം, ഡേറ്റ കേബിൾ, അതിൻ്റെ ഫുൾ ഫോട്ടോസും ഇതിൽ കൊടുത്തിട്ടുണ്ട്. സോ നമുക്ക് ഇത് അൺബോക്സ് ചെയ്യാം. നമ്മൾ അൺബോക്സ് ചെയ്തു. ഇതിൽ കോസ്മിക് ബൈറ്റ് കമ്പനി കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ എല്ലാ ഫീച്ചേഴ്സും, എങ്ങനെ ഇത് യൂസ് ചെയ്യണമെന്നും ഇതിൻ്റെ ഫുൾ കാര്യങ്ങൾ അടങ്ങിയിട്ടുള്ളൊരു മാനുവലാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. നമുക്ക് ചിലപ്പോൾ ആദ്യമായിട്ട് അറിയാൻ വയ്യാത്തവരാണെങ്കിൽ ഈ മാനുവൽ വളരെയധികം യൂസ്ഫുൾ ആണ്. കാരണം പല സ്പെസിഫിക്കേഷനും പല ആംഗിളുള്ള ഫോട്ടോസും വളരെ വാസ്റ്റായിട്ട് തന്നെ ഇവരിത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ നേരത്തെ ഇതിൻ്റെ ബോക്സിൽ കണ്ട പോലത്തെ പ്രൊഡക്റ്റിൻ്റെ പാരാമീറ്റേഴ്സ്, മീൻസ് അതിൻ്റെ എല്ലാ കാര്യങ്ങളും, സ്പീക്കർ സൈസ്, സെൻസിറ്റിവിറ്റി എല്ലാം ഇതിലും ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. സോ ഇതാണ് നമ്മുടെ ഹെഡ്സെറ്റ്. കണ്ടോ, ഒരു വളരെ പ്രീമിയം ഫിനിഷിങ് തന്നെയാണ് ഈ ഹെഡ്സെറ്റിനുള്ളത്. കണ്ടോ, നമുക്ക് ഇതിപ്പം അൺബോക്സ് ചെയ്തേ ഉള്ളൂ. വളരെ പ്രീമിയം ഫിനിഷിംഗ് ആണ് അവർ ഈ കമ്പനി ഇതിൽ കൂടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. കാരണം 2000 റുപ്പീസിന് താഴെ ഇത്രയും നല്ലൊരു പ്രീമിയം ക്വാളിറ്റി കൊണ്ടുവരാനും ആ കമ്പനി കഴിഞ്ഞിട്ടുണ്ട്. ഹെഡ്സെറ്റ് ഇതിൽ ഇതേണ്ട USB കേബിള്, അതുപോലെ തന്നെ ഓഡിയോ ജാക്ക്. ഇത് നമുക്ക് ഡയറക്റ്റായിട്ട് തന്നെ മൊബൈൽ ഫോൺസിൽ കണക്ട് ചെയ്യാം ഓഡിയോ ജാക്ക് വഴി. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഹെഡ്സെറ്റിൻ്റെ ലൈറ്റ് പാർട്ടിന് വേണ്ടിയിട്ടാണ് ഇത് കണക്ട് ചെയ്തിട്ട് നമുക്ക് ഹെഡ്സെറ്റിൻ്റെ ലൈറ്റ് പാർട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും. സോ ഇപ്പം നമ്മൾ PC-യിലാണ് ഈ ഒരു ഹെഡ്സെറ്റ് കണക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിനൊരു സ്പ്ലിറ്റർ ആവശ്യമാണ്. കാരണം ഇത് ഡയറക്റ്റായിട്ട് PC-യിൽ കണക്ട് ചെയ്യാൻ പറ്റത്തില്ല. സോ അതിന് വേണ്ടിയിട്ട് ഞങ്ങളിപ്പോൾ ഇത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് ബൈ ചെയ്ത സാധനമാണ്. ഇതിൻ്റെ പ്രൈസ് 200 റുപ്പീസാണ്. ഇതിൻ്റെ ലിങ്കും ഈ ഹെഡ്സെറ്റിൻ്റെ ലിങ്ക് ഞങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ ഞങ്ങൾ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. സോ ഈ സ്പ്ലിറ്റർ കണക്ട് ചെയ്തിട്ട് ഇതുപോലെ ഈ സ്പ്ലിറ്റർ നമ്മളിങ്ങനെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് നമ്മുടെ നമ്മുടെ PC-യിൽ കണക്ട് ചെയ്യാൻ പറ്റും. ചില ലാപ്പിലാണെങ്കിൽ ആ ഒരു ജാക്ക് കാണണമെന്നില്ല. അപ്പോൾ ഇല്ലാത്ത ലാപ്സിൽ ഇത് യൂസ് ചെയ്യാൻ പറ്റും. സോ ഇത് നമുക്ക് കണ്ടറിയാം. നമുക്ക് ഇപ്പം ഓഡിയോയുടെ ആണെങ്കിൽ ഓഡിയോ, അതായത് സ്പീക്കർ, രണ്ടിലും കൂടെ ഒറ്റ ജാക്കിൽ വരുന്ന സാധനമാണ് ഈ സ്പ്ലിറ്റർ. സോ ഇത് ഞങ്ങൾ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് ബൈ ചെയ്തത്. സോ ഇപ്പോൾ ഏതൊരു പ്രൊഡക്റ്റിനായാലും അതിനൊരു പോസിറ്റീവും നെഗറ്റീവും സൈഡ്സ് ഉണ്ട്. ഇപ്പോൾ ഞങ്ങളൊരു 1 വീക്ക് ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്കായിട്ട് തോന്നിയ ഒരു പോസിറ്റീവ് സൈഡും നെഗറ്റീവ് സൈഡും ഞങ്ങളിപ്പോൾ പറയാൻ പോകുന്നത്. സോ ഇത് ഫസ്റ്റിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു പ്രീമിയം ഫിനിഷിങ് തന്നെയാണ്. നമുക്ക് കാണാൻ ഒരു പക്ക പ്രീമിയം ഫിനിഷിംഗ് ആണ് കമ്പനി പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ മെറ്റീരിയൽ നല്ലൊരു മെറ്റീരിയൽസാണ്. കാരണം ഈ പ്രീമിയം ഫിനിഷിങ് നമുക്കിത് കാണാം, നല്ല മെറ്റീരിയൽസാണ് ഇതിൻ്റെ സംഭവം. പിന്നെ ഇത് മെയിൻ ഒരു സംഭവം എന്ന് പറയുന്നത് ഭയങ്കര ഫ്ലെക്സിബിളാണ്. കാരണം ഇത് നമുക്ക് നോക്കാം, ചില ഹെഡ്സെറ്റ് ആണെങ്കിൽ നമുക്കിപ്പം തിരിക്കാനോ അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യാനോ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. കറക്റ്റ് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള സാധനമാണ്. സോ ഈ സ്പീക്കർ ക്വാളിറ്റിയെ പറ്റി പറയുവാണെങ്കിൽ നന്നായിട്ട് പാട്ട് കേൾക്കാൻ നല്ല ബാസും കാര്യങ്ങളൊക്കെയാണ്. അതുപോലെ തന്നെ ഈ PUBG കളിക്കുന്ന പിള്ളേർക്കാണെങ്കിൽ, ഞാനും കളിക്കും, PUBG കളിക്കുന്നവർക്ക് എനിമീസൊക്കെ ഫൂട്ട് അടുത്ത് വരുമ്പോൾ ചിലവർക്ക് അടിക്കണമെന്നില്ല, അങ്ങനെ അവർ കില്ലായി പോകാൻ ചാൻസ് ഉണ്ട്. സോ ആ ഒരു പ്രശ്നമൊന്നും വരത്തില്ല. കാരണം നല്ല ബാസ് ഉള്ളതുകൊണ്ട് തന്നെ എനിമിയുടെ ഫൂട്ടൊക്കെ നമുക്ക് കറക്റ്റ് ലെഫ്റ്റിൽ നിന്നാണോ റൈറ്റിൽ നിന്നാണോ എവിടെ നിന്നാണോ എനിമി നമ്മളെ അറ്റാക്ക് ചെയ്യാൻ വരുന്നത് അതെല്ലാം നല്ല രീതിയിൽ തന്നെ നമുക്ക് ഇതിൽ കൂടെ കേൾക്കാൻ സാധിക്കുന്നതാണ്. സോ നെക്സ്റ്റ് ഒരു ഫീച്ചറാണ് അഡ്ജസ്റ്റബിൾ മൈക്ക്. ഇപ്പം ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ നമ്മളിപ്പം മൈക്ക് ഹെഡ്സെറ്റ് വെച്ചു. ചില ഹെഡ്സെറ്റ് ആണെങ്കിൽ ഈ ഒരു മൈക്ക് ഇങ്ങനെ കോൺസ്റ്റൻ്റ് ആയിട്ടിരിക്കും, അനക്കാൻ പറ്റത്തില്ല. പക്ഷേ ഇത് കണ്ടോ, നമുക്കിപ്പോൾ വേണമെങ്കിൽ കുറച്ചുകൂടെ നല്ല വോയിസ് ഹിയർ ആണെങ്കിൽ കുറച്ചുകൂടെ അടുത്ത് വെക്കാം. അത്രയ്ക്ക് വോയിസ് വേണ്ടാന്ന് തോന്നുവാണെങ്കിൽ കുറച്ച് ദൂരം വെക്കാം. ഇതൊരു അഡ്ജസ്റ്റബിൾ മൈക്കാണ്. ഇത് നല്ലൊരു ഫീച്ചറാണ് ഈ ഒരു ഹെഡ്സെറ്റിൻ്റെ. സോ നെക്സ്റ്റ് ഒരു ഫീച്ചറാണ് മൈക്കിൻ്റെ വോളിയം ബട്ടൺ. അതിപ്പോൾ എല്ലാ ഹെഡ്സെറ്റിലും ഉണ്ട്. പിന്നെ എല്ലാവർക്കും ഇത് അറിയാവുന്ന കാര്യമാണ്. പക്ഷേ നമ്മൾ റിവ്യൂ ചെയ്യുമ്പോൾ ഫുൾ ഡീറ്റെയിലായിട്ട് തന്നെ കാണിക്കണം. ഇതിപ്പോൾ നമുക്ക് മൈക്ക് ടേൺ ഓഫ് ചെയ്യാൻ, മൈക്ക് ഓൺ ചെയ്യാൻ, ഇത് നമുക്ക് നമ്മുടെ സ്പീക്കറിൻ്റെ വോളിയം അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ബട്ടൺ. സോ നെക്സ്റ്റ് ഇതിൻ്റെ ബ്രേഡഡ് വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം സാധാ ഒരു ഹെഡ്സെറ്റ് ആണെങ്കിൽ ഇതിൻ്റെ വയർ സൈസ് തിന്നായിരിക്കും, പിന്നെ ഇത്രയും കട്ടിയില്ല. അപ്പോൾ നമ്മളിപ്പോൾ ഒരു
എവിടെയെങ്കിലും കൊണ്ടാൽ എവിടെയെങ്കിലും ഇത് കൊണ്ടു കഴിഞ്ഞാൽ വയറ് പൊട്ടിപ്പോകാനുള്ള സാധ്യതയും ചിലപ്പോൾ ഇത് വലിയാനുള്ള സാധ്യതയൊക്കെ ഉണ്ടാകും. പക്ഷേ ഈ ബ്രേഡഡ് വയറിൻ്റെ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയൊന്നും സംഭവിക്കത്തില്ല. വളരെ കട്ടി കൂടിയ ഒരു വയറാണ് ഇപ്പോൾ കമ്പനി ഇതിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. സോ നെക്സ്റ്റ് ഫീച്ചർ 4 പോൾ 3.5 mm ഓഡിയോ ജാക്കാണ്. ഇതെന്ന് പറഞ്ഞാൽ നമുക്കിവിടെ കാണാം 1 2 3 4 പോൾസ് ഉണ്ട്. സോ ഇതാണ് നമുക്ക് ഈ ഒരു ഫീച്ചർ കൊണ്ടാണ് നമുക്ക് ഹെഡ്സെറ്റ് ഫോണിൽ യൂസ് ചെയ്യാൻ പറ്റുന്നതും അതുപോലെ തന്നെ സിസ്റ്റത്തിൽ യൂസ് ചെയ്യാൻ പറ്റാത്തതും. അതുകൊണ്ടാണ് നമുക്ക് സ്പ്ലിറ്ററിൻ്റെ ആവശ്യം വരുന്നത് നമുക്ക് സിസ്റ്റത്തിൽ ഈ മൈക്ക് കണക്ട് ചെയ്യണമെങ്കിൽ. സോ നെക്സ്റ്റ് ഒരു ഫീച്ചറാണ് ഇതിൻ്റെ സ്പോഞ്ച് മീൻസ് ഇതിൻ്റെ കുഷ്യൻസ്. കണ്ടോ, ഈ ഒരു ഹെഡ്സെറ്റിൻ്റെ നല്ല സോഫ്റ്റ് കുഷ്യൻസാണ്. ഇപ്പോൾ നമ്മൾ എത്ര നേരം വേണേലും നമ്മൾ ഹെഡ്സെറ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു വേദനയോ അല്ലെങ്കിൽ ചെവിക്ക് കുറച്ച് സ്ട്രെസ്സോ അങ്ങനെ ഒരു കാര്യങ്ങളോ ഒന്നും തോന്നത്തില്ല. ഈ ഒരു നല്ലൊരു രീതിയിൽ തന്നെയാണ് ഇവർ ഈ ഒരു സംഭവം പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇത് വാങ്ങിച്ച് യൂസ് ചെയ്യുമ്പോഴാണെങ്കിലും നിങ്ങൾക്ക് ഇത് മനസ്സിലാവും. അങ്ങനെ യൂസ് ചെയ്ത് നിങ്ങൾക്ക് ആരെങ്കിലും ഇത് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു ഈ സ്പോഞ്ചിൻ്റെ ക്വാളിറ്റി നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. സോ നെക്സ്റ്റ് ഫീച്ചറാണ് വോയിസ് ക്യാൻസലേഷൻ. എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു സ്ട്രീമേഴ്സൊക്കെ ഇപ്പോൾ ഈ ഹെഡ്സെറ്റ് യൂസ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് ഈ അൺവാണ്ടഡ് ആയിട്ടുള്ള നോയ്സ് ഒന്നും വരരുത്. സോ പുറത്ത് കാണുന്ന ചെറിയ ചെറിയ സൗണ്ട്സ് ഒന്നും വ്യൂവേഴ്സിൻ്റെ അടുത്ത് എത്തരുത്. അതൊരു അവർക്കൊരു സുഖമുള്ള കാര്യമല്ല. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ളൊരു ഫീച്ചർ ഇതിലുണ്ട്. വോയിസ് ക്യാൻസലേഷൻ ഉണ്ട്. നമ്മളെന്ന് വെച്ചാൽ ഈ ചെറിയ ചെറിയ സൗണ്ട്സ് ഒന്നും നമ്മുടെ വ്യൂവറിലേക്കോ സ്ട്രീമിംഗ് നടത്തുമ്പോൾ വ്യൂവേഴ്സിലേക്കോ ഒന്നും എത്താത്ത തരത്തിലുള്ളൊരു ഫീച്ചറും കമ്പനി ഇതിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഞങ്ങൾ ഇതുവരെ യൂസ് ചെയ്ത മൈക്ക് നിങ്ങൾക്ക് ഇപ്പോൾ അതിൻ്റെ നെയിം ഞങ്ങൾ സ്ക്രീനിൽ കാണിക്കും. സോ ഇപ്പോൾ ഈ ഒരു മൈക്കിൽ കൂടെ പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് നേരത്തെയുള്ള മൈക്കും ഇപ്പോൾ ഈ ഒരു മൈക്കോട്ടുള്ള ഡിഫറൻസും ഇതിൻ്റെ ക്വാളിറ്റി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. സോ നെക്സ്റ്റ് ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ നെഗറ്റീവ് ഞങ്ങൾക്ക് തോന്നിയ കുറച്ച് ഡ്രോബാക്സ് ആണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഇതിൽ കാണാം ഇവരിതിൽ സ്പ്ലിറ്ററിൻ്റെ പടം കാണിച്ചിട്ടുണ്ട്. സോ നമ്മളെല്ലാവരും വിചാരിക്കുന്നത് ഈ ബോക്സിൻ്റെ കൂടെ സ്പ്ലിറ്റർ അവൈലബിൾ ആണെന്നാണ്. പക്ഷേ ഇത് അവൈലബിൾ അല്ല. നമുക്ക് എക്സ്ട്രാ ഈ സ്പ്ലിറ്റർ വാങ്ങിക്കേണ്ട ഒരു ഗതി വന്നിരിക്കുകയാണ്. സോ ഈ സ്പ്ലിറ്റർ ഇല്ലാത്തത് ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ടാണ് തോന്നുന്നത്. നെക്സ്റ്റ് ഇത് ഹീറ്റാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഫാൻ ഇല്ലാതെ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുമ്പോഴോ ചിലപ്പോൾ 1 2 3 മണിക്കൂറൊക്കെ ഗെയിം കളിക്കുന്നവർ കാണും, സിനിമ കാണുന്നവർ കാണും. ചിലപ്പം ലാപ്പിൽ സിനിമ കാണുമ്പോൾ ചിലപ്പോൾ കറണ്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഫാൻ ഇടാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു അവസ്ഥയിൽ ഈ ഹെഡ്സെറ്റ് നന്നായിട്ട് കുറച്ച് ഹീറ്റ് എഫക്റ്റ് തോന്നുന്നുണ്ട്. നമുക്ക് ചെവിയിൽ കുറച്ച് ഹീറ്റ് ആവുന്നുണ്ട്. സോ അതൊരു ഡിസ്കംഫർട്ടാണ്. നമുക്ക് ഒരു സുഖമായിട്ടുള്ള രീതിയിൽ നമുക്ക് വീഡിയോസ് ഒന്നും കാണാൻ പറ്റത്തില്ല. ഇതും ഇതിൻ്റെ ഒരു ഡ്രോബാക്സ് ആയിട്ട് ഞങ്ങൾക്ക് തോന്നുന്നു. തേർഡ് വൺ നമ്മുടെ സ്വിച്ചിൻ്റെ ബിൽഡ് ക്വാളിറ്റി. നമുക്ക് ബാക്കിയുള്ള ഈ പ്രൊഡക്റ്റിൻ്റെ സൈഡ്സൊക്കെ വെച്ച് നോക്കുമ്പോൾ നല്ല ബിൽഡ് ക്വാളിറ്റിയാണ്. പക്ഷേ ഈ സ്വിച്ചിൻ്റെ അടുത്ത് വരുമ്പോൾ ജസ്റ്റ് ഒരു പ്ലാസ്റ്റിക്കാണ്. ഇപ്പോൾ ഒന്ന് നന്നായിട്ട് താഴെ വീണ് കഴിഞ്ഞാൽ ഇവിടെ അങ്ങ് പൊട്ടിപ്പോകാൻ നല്ല ചാൻസ് ഉള്ള സാധനമാണ്. പക്ഷേ ഈ ഒരു ക്വാളിറ്റി അല്ലെങ്കിൽ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ഈ ഒരു സംഭവത്തിൻ്റെ ക്വാളിറ്റി ഇവിടെയും തന്നിരുന്നെങ്കിൽ ഒരു കുറച്ചുകൂടെ ബെറ്റർ ആയിരുന്നു. ഇതൊരു അഡ്വാൻറ്റേജ് ആയിട്ട് മാറിയാണ്. പക്ഷേ ഇതൊരു ഡിസഡ്വാൻറ്റേജ് ആണ് ഇതിൻ്റെ. നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഹെഡ്സെറ്റിൻ്റെ വെയിറ്റ് ആണ്. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു ഹെഡ്സെറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ, ഇതുവരെ ഇത്ര ഹെഡ്സെറ്റ് യൂസ് ചെയ്യാത്തവർക്കാണെങ്കിൽ ഇത് കുറച്ച് നമുക്ക് തല വെച്ച് കഴിയുമ്പോൾ നമുക്ക് തലവേദന എടുക്കാൻ ചാൻസ് ഉണ്ട്. കാരണം ഈ ഒരു വെയിറ്റായിട്ട് നമ്മൾ ഒട്ടും അഡ്ജസ്റ്റബിൾ അല്ല. അപ്പോൾ ഈ ഒരു കോസ്മിക് ബൈറ്റിൻ്റെ തന്നെ ഈ വെയിറ്റ് കൂടാൻ കാരണം ഈ ഒരു മെറ്റാലിക് പാർട്ടാണ്. ഈ ഒരു പാർട്ട് കൊണ്ടാണ് ഈ ഹെഡ്സെറ്റിന് വെയിറ്റ് കൂടുന്നത്. പിന്നെ ഈ കോസ്മിക് ബൈറ്റിൻ്റെ തന്നെ ഇവിടെ ഒരു പ്ലാസ്റ്റിക് കോട്ടിംഗ് ഉള്ള ഒരു ഹെഡ്സെറ്റ് വേറൊരു വേരിയൻ്റ് ഉണ്ട്. അത് ഇത്രയും വെയിറ്റ് വരുന്നില്ല. സോ ആ പ്ലാസ്റ്റിക് കോട്ടിംഗ് ഉള്ള കോസ്മിക് ബൈറ്റിൻ്റെ ഹെഡ്സെറ്റിൻ്റെ നെയിം ഇവിടെ എഴുതി കാണിക്കുന്നതാണ്. അതിൻ്റെ പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മൈക്ക് ഒട്ടും അഡ്ജസ്റ്റബിൾ അല്ല. എന്ന് വെച്ചാൽ ഒരു സ്ഥലത്ത് കോൺസ്റ്റൻ്റ് ആയിട്ടിരിക്കും. നമുക്കിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാനേ പറ്റത്തില്ല. വേറെ ഒരു കോൺസ്റ്റൻ്റ് ആയിട്ടിരിക്കും. അപ്പം ഈ സൗണ്ട് നമ്മൾ പറയുന്ന ഇൻറ്റൻസിറ്റി ഒരു സംഭവത്തിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കും. അങ്ങോട്ട് കുറച്ചും കൂടെ സൗണ്ട് കൂട്ടണമെങ്കിലോ അല്ലെങ്കിൽ കുറച്ചുകൂടെ സൗണ്ട് കുറയ്ക്കണമെങ്കിലോ ഒന്നും പറ്റത്തില്ല. ഒരേ സൈഡിൽ കൺസിസ്റ്റൻസി ആയിട്ട് തന്നെ ഇരിക്കും. അതാണ് അതിൻ്റെ ഒരു ഡ്രോബാക്ക്. സോ ഈ ഒരു റിവ്യൂ ഞങ്ങളിപ്പോൾ ചെയ്ത റിവ്യൂ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആണെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. കാരണം ഇപ്പോൾ ഹെഡ്സെറ്റൊക്കെ എടുക്കുന്നത് ചിലപ്പോൾ എല്ലാം അറിഞ്ഞുകൊണ്ട് എടുക്കണമെന്നില്ല. സോ ഞങ്ങളിപ്പോൾ ഈ ഒരു ഹെഡ്സെറ്റ് ഞങ്ങൾ എടുത്തു, കുറച്ച് ദിവസം യൂസ് ചെയ്തു. അപ്പോൾ ഒന്ന് തോന്നി ഇതിൻ്റെ റിവ്യൂ ഒന്ന് ഇട്ടാൽ കുറച്ച് ആൾക്കാർക്ക് ഹെൽപ്ഫുൾ ആയിരിക്കുമെന്ന്. സോ അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടി ഞാൻ ഈ വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ കൂടുതൽ എൻകറേജ് ചെയ്യണം. മറ്റൊരു കണ്ടൻറ്റുമായി മറ്റൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ശരത് സൈനിങ് ഓഫ്.